ഫോക്ക്ലാൻഡ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. നാടൻ കലകളുടെ പ്രചാരണത്തിനും കലാകാരന്മാരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന പയ്യന്നൂർ ഫോക്ക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ റൂട്ട്സ് ആൻഡ് റിതംസ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീവത്സം മിനി ഓഡിറ്റോറിയത്തിൽ ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ലോകപ്രസിദ്ധ നാടക സംവിധായിക ഡോക്ടർ എറിൻ ബി മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യയിലെ നാടകാചാര്യരായിരുന്ന കാവാലം നാരായണ പണിക്കരും രത്തൻ തീയവും നാടൻ കലകളെ നാടകത്തിലേക്ക് ആവിഷ്കരിച്ചവരായിരുന്നുവെന്ന് ന്യൂയോർക്ക് സർവകലാശാലയിലെ നാടക വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ എറിൻ ബി മി പറഞ്ഞു. So I want to also talk about, we've been talking about Theyyam, we've been talking about, and one of the things I saw in your notes, you wrote down make believe. And one of the things that Theyyam does is to make belief. You believe in the presence of the deity, right? In Panikar's work, it is theater, not ritual. Therefore, it is make believe, it is pretend. And so the idea is not to recreate Theyyam on stage, or to put a Theyyam, or to take a Theyyam costume, or to, Theyyam Tota, anything like that, and put it on stage. The idea is to take the philosophy behind Theyyam. തെയ്യവും നാടകവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വൈ വി കണ്ണൻ പ്രഭാഷണം നടത്തി. പ്രശസ്ത കന്നഡ നാടകാചാര്യൻ ഡോക്ടർ ബി വി രാജാറാം രത്തം തീയത്തെ അനുസ്മരിച്ച് സംസാരിച്ചു. അനുഷ്ഠാന രൂപത്തിന്റെ അനുഷ്ഠാന കലാരൂപത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇതിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ലോകത്തെങ്ങും ഇതിന്റെ സാധ്യതകളെ എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് നമ്മുടേതായ ചില സമീപനത്തിന്റെ വിഷയങ്ങളുണ്ട്. പി കെ കാളൻ അവാർഡ് ജേതാവ് അതിയടം കുഞ്ഞിരാമൻ പെരുവണ്ണാനെയും ഡോക്ടർ എറിൻ ബി മിയെയും കേരളത്തിലെ ഏക സ്ത്രീ തെയ്യം കലാകാരി അംബുജാക്ഷി അമ്മയെയും വേദിയിൽ വെച്ച് ആദരിച്ചു. കേന്ദ്ര സർക്കാർ കരകൗശല വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്ക്ലാൻഡുമായി നടത്തുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഡിസൈൻ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് കരകൗശല വിഭാഗം തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ദർശന രാഘവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിദ്ധ ചുമർചിത്ര കലാകാരൻ കെ.ആർ. ബാബു, പ്രിയ ഗോപാൽ, ഉത്തരേന്ത്യയിൽ നിന്നും വന്ന വിജയ് പ്രതാപ്, അൽക്ക ടി കൃഷ്ണൻ, അഡ്വക്കേറ്റ് പി വി ഹരീഷ്, കെ വി സത്യാനന്ദൻ, കെ വി പത്മനാഭൻ, പ്രിയ ഗോപാൽ, രേഷ്മ രവീന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേന്ദ്ര കരകൗശല വിഭാഗത്തിന്റെ ഭാഗമായി ഇതിനു മുൻപ് നടന്ന സമർത്ത് ട്രെയിനിംഗ് ക്ലാസിന്റെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഉമാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.